മക്കളെ, നമ്മുടെ നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു. നമ്മൾ പ്രതീക്ഷയിൽ നേരത്തെ തന്നെ റിസൾട്ട് വന്നെങ്കിലും ഒരു കാര്യം, കുറേ ആളുകൾ ഭയങ്കര ഹാപ്പിയാണ്. ചില പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു 670 680 മുകളിലൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മളെ പോലുള്ള ആളുകൾ പറഞ്ഞു 620 ±5 ഒക്കെ ഓൾ ഇന്ത്യയിൽ കിട്ടും, അതുപോലെ 640 മുകളിൽ കേരളത്തിൽ കിട്ടും എന്നൊക്കെ. പക്ഷേ നമുക്ക് ഒരു സത്യാവസ്ഥ, ഒരു 653 64 മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമേ നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ പോലും അഡ്മിഷൻ കിട്ടും എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം എന്താണ്, ഒരു 27,000 റാങ്ക് വാങ്ങിച്ച കുട്ടിയുടെ മാർക്ക് 653 അപ്പൊ അതിനുള്ളിൽ 653 654 മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻസ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ സീറ്റുകൾ കൂടുന്നുണ്ട്, അതുകൊണ്ട് ടെൻഷനൊന്നും ആവേണ്ട. ചിലപ്പോൾ കുറച്ചും കൂടെ റാങ്കിലുള്ള കുട്ടികൾക്കും കൂടെ ഈ വർഷം അഡ്മിഷൻ കിട്ടിയേക്കാം. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെന്നാണ് ടെൻഷൻ ആവരുത്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും എന്തായാലും കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരു വർഷം കൂടെ ട്രൈ ആക്കണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് കിട്ടിയിട്ടും എനിക്ക് ഇനി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും JPCയിലേക്ക് വിളിക്കുക. എല്ലാ സപ്പോർട്ടുമായിട്ട് JPCന്റെ ടീം ഉണ്ടാവും. ഉറപ്പായിട്ടും എല്ലാവരുടെയും ഒരു എക്സ്പെക്ടേഷൻ, ഓൾ ഇന്ത്യ ലെവലിലുള്ള പല ആളുകളും നമ്മളെടുത്ത് പറഞ്ഞിരുന്ന, പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഒരു 630 മാർക്കൊക്കെ അത്യാവശ്യം സേഫ് ആണെന്നായിരുന്നു. ആ ഒരു എക്സ്പെക്ടേഷനിൽ തന്നെയായിരുന്നു നമ്മളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തോ നിർഭാഗ്യകരം തന്നെ പറയട്ടെ, കുട്ടികൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങളുടെ മാർക്ക് ഒരു 630 640 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവരുത്. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്, അല്ലാതെ നിങ്ങൾ ചുമ്മാ മാർക്ക് കുറഞ്ഞ കുട്ടികളായി പോയതൊന്നുമല്ല. നിങ്ങൾ എന്തായാലും നല്ല എഫേർട്ട് എടുത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ മാർക്ക് നേടാൻ പറ്റിയത്. പിന്നെ എക്സാം ഈസി ആയി പോയി. ആ ഈസി ആയതിൻ്റെ ഒപ്പം മറ്റുള്ളവരെല്ലാവരും നന്നായിട്ട് തന്നെ അത് എക്സാം അറ്റൻഡ് ചെയ്തു. നമ്മളും അറ്റൻഡ് ചെയ്തിരുന്നു. എവിടേക്കോ നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റി നമ്മൾ പോലും അറിയാതെ. സോ ടെൻഷൻ ആവാതിരിക്കുക. എല്ലാവരും ഹോപ്പിൽ തന്നെ ഇരിക്കുക. ഞാനൊരു ചെറിയൊരു കമ്പാരിസൺ കൂടെ പറയാം. നമ്മുടെ JPCന്റെ 8 ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് 711 ആ 711 നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ 711 തന്നെയാണ് JPCന്റെ ടോപ്പ് സ്കോറും. ആ റാങ്ക് വന്നേക്കുന്നത് 312 ഇനി സെക്കൻഡ് റാങ്കിലേക്ക് പോകുന്ന സമയത്ത് 701 JPCന്റെ രണ്ടാമതുള്ളത്. ഇതിൽ 1400 റാങ്ക് വരുന്നത് ഓൾ ഇന്ത്യയിൽ. ഈ നേരത്തെ പറഞ്ഞ 312 കേരളത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 30 റാങ്ക് പ്രതീക്ഷിക്കുന്ന, ആദ്യമായിട്ടാണ് 100 JPCന്റെ ഈ യാത്രയിൽ 4 കൊല്ലത്തിൽ ആദ്യമായിട്ട് ഒരു 50 റാങ്ക് വരെയാണ്, 30 റാങ്ക് വരെയാണ്. ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് കുറേ കാലത്തൊരു പ്രതീക്ഷയാണ്, കുറേ കാലത്തൊരു കാത്തിരിപ്പാണ്. വെറും 224 കുട്ടികളെയും തുടങ്ങിയിട്ട് ഇത്രയും മക്കൾ നല്ലൊരു റിസൾട്ടിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഒരു 686 മാർക്കൊക്കെ കിട്ടിയ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം 5800 റാങ്ക് വരുന്നത്. അതുപോലെ തന്നെ ഒരു 659 മാർക്കൊക്കെ കിട്ടിയ കുട്ടീനെ സംബന്ധിച്ച് 22,000 റാങ്ക് വരുന്നത്. ഒരു 652 മാർക്കൊക്കെ കിട്ടിയ കുട്ടീനെ സംബന്ധിച്ച് 27,000 28,000 അടുത്താണ് റാങ്ക് വരുന്നത്. അപ്പോൾ മക്കളെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാ ഹെൽപ്പിനും എല്ലാ സപ്പോർട്ടിനും JPC ഉണ്ടാവും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടുത്തെ നമ്പറിലേക്ക് വിളിക്കാം, കൂടെ ഉണ്ടാവും ഞങ്ങൾ. ഓക്കെ, താങ്ക് യു.